തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിക്ക് ആഗ്രഹമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ വരുമെന്ന് 2 മാസം കൊണ്ട് ഏതാണ്ട് ഒരു രൂപരേഖ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മഹാസംഗമത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാന്യനായ അമീർ അവർകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുവാനുള്ള ജമാഅത്തെ ഇസ്ലാമി തീരുമാനം അറിയിക്കുകയുണ്ടായി. ഞാൻ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ നേതൃത്വത്തിന് വാക്കുകൊടുക്കുന്നു. ഏതു രൂപത്തിലാണോ ഇന്ത്യയിൽ ആ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവത്തിൽ കേരളത്തിലും അതിൻ്റെതായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകയായി. അതിനുശേഷം വെൽഫെയർ പാർട്ടി രൂപീകരിച്ചപ്പോൾ 2011 അതിൻ്റെ ഷൂറയുടെ തീരുമാനപ്രകാരം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തകയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തീരുമാനപ്രകാരമല്ലേ വെൽഫെയർ പാർട്ടി ഉണ്ടായത് എന്നാണ്? ഒരിക്കലുമല്ല. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഒരുപാട് ആളുകളുടെ തീരുമാനപ്രകാരമാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഒരു രാഷ്ട്രീയ സംവിധാനം വേണം ജമാഅത്തെ ഇസ്ലാമിക്കെന്നും അതിൽ അമുസ്ലിങ്ങളായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടണം എന്നതൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനമായി വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഉണ്ടായത്. അല്ല, അവരുടെ തീരുമാനത്തെ കുറിച്ച് നമുക്കറിയില്ല. വെൽഫെയർ പാർട്ടി രൂപീകൃതമാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ കുറിച്ച് നമുക്കറിയില്ല. റിപ്പോർട്ട് ചാനലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനപ്രകാരമല്ലേ വെൽഫെയർ പാർട്ടി ഉണ്ടായത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉരുളുകയാണ്. അല്ലെന്ന് പറയുന്നു, ജമാഅത്തിന്റെ തീരുമാനങ്ങൾ അറിയില്ലെന്ന് പറയുന്നു. എത്ര അപഹാസ്യമാണിത്! ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ മെമ്പർ കൂടെയാണ് ശ്രീ ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല.